ഹലോ അസ്സലാമു അലൈക്കും. നൈഫാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ലെമണിൻ്റെ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ലെമണിൻ്റെ സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നല്ലോണം മെൽട്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് മെൽട്ടാക്കി എടുക്കണം. പിന്നെ ഇതാ നല്ല മുസമ്പിൻ്റെ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല മുസമ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നീരാക്കി എടുക്കണം, അരിച്ചിട്ട് നീരാക്കി എടുക്കണം. അപ്പോൾ ഇതാ സാബുന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ബേസ് കേട്ടോ, ബേസ് നല്ല മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. മെൽട്ടായിട്ട് വരുമ്പോൾ തന്നെ ഞാൻ വൈറ്റമിൻ ഇൻ്റെ ടാബ്ലറ്റ്സ് പൊട്ടിച്ച് വയ്ക്കുകയാണ്. 5 സോപ്പിനുള്ളതാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. 5.5 സോപ്പ് ഉണ്ടാവും. എന്താ ഒന്ന് അത്രത്തോളം ക്വാണ്ടിറ്റി ഇല്ലാത്തതാണ് 5 സോപ്പും പിന്നെ 5.5 സോപ്പ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഉണ്ടാക്കി വെച്ച പാടെ തന്നെ ഓർഡർ വന്നിട്ട് കൊണ്ടുപോയി കേട്ടോ. തേച്ച് വെക്കാനും കൂടെ കിട്ടിയില്ല. എല്ലാം 6 സോപ്പും കൊണ്ടുപോയി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ബീട്രൂട്ട് സോപ്പാണ്. ബീട്രൂട്ട്, കുറച്ച് ക്യാരറ്റ്, ഇതാ തുളസിൻ്റെ ഇല, പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഞാൻ കറ്റാർവാഴയും കൂടി കൂട്ടിയിട്ടുണ്ട്, അതിൽ കാണിക്കട്ടെ, വീഡിയോ എടുത്തിട്ടില്ല. നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് നീരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീരിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇതിലേക്ക് ഞാൻ ബേസ് മെൽട്ടാക്കിയിലേക്ക് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ആകെ 6 മോൾഡിൻ്റെ സോപ്പിൻ്റെ മോൾഡേ ഉള്ളൂ. അപ്പം ഞാൻ ഒന്നും കൂടെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ആദ്യം ഒഴിച്ചതെല്ലാം ഉണങ്ങി 4 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. 500 ഗ്രാമിൻ്റെ ബേസിന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്, കുറച്ചായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പത നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് ഒഴിവാക്കാം. ഇപ്പോൾ അതുണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏത് സോപ്പ് ഉണ്ടാക്കുമ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്നൊക്കെ ഇളക്കി എടുത്തിട്ട് ഞാൻ കവർ ചെയ്തുകൊണ്ട് വെച്ച്, ഈ സോപ്പ് എനിക്ക് തേക്കാൻ പോലും കിട്ടിയിട്ടില്ല കേട്ടോ. അതും ഓർഡർ പോയി. എല്ലാം നമുക്ക് ഓൺലൈനിലല്ല, നമ്മളടുത്തുള്ളവരൊക്കെ തേച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയതാണ്. അവർ വാങ്ങി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇതാണ് സോപ്പിന് ഞാൻ കവർ ഇങ്ങനെ ഈ കവർ കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫില്ലാക്കി മേലൊക്കെ ഫില്ലാക്കിയിട്ട് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഉണ്ടാക്കിയ സോപ്പൊക്കെ ഫോട്ടോയിൽ മാത്രം കാണാൻ കിട്ടിയിട്ടുള്ളൂ. യൂസ് ചെയ്യാൻ ഒരു സോപ്പ് ഞാൻ യൂസ് ചെയ്യാൻ വീട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാത്ത സോപ്പെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അവർ പറയുന്നുണ്ട് നല്ല സോപ്പാണ്, ഞങ്ങൾ മക്കളെ കരിവാളിപ്പൊക്കെ പോയി എന്ന് പറഞ്ഞു.